നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൂലക്കുരു. പലരും ഒ പിയിൽ കാണിക്കാനായിട്ട് വരുന്ന സമയത്ത് അവർക്ക് തുറന്നു പറയാനായിട്ടൊരു നാണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എന്താണ് മൂലക്കുരു അഥവാ പൈൽസ്? നമ്മൾ മെഡിക്കൽ ടേംസിൽ ഇതിനെ ഹെമറോയിഡ്സ് എന്ന് വിളിക്കും. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, പിന്നെ അത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് പൈൽസ് എന്നുള്ളത് നോക്കാം. പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള ഞരമ്പുകൾ തടിച്ച് വീക്കം വരുന്നതാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്. അതായത് മലദ്വാരത്തിൻ്റെ, അതായത് മലാശയത്തിൻ്റെ ഉള്ളിലായിട്ട് വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയും. പിന്നെ മലദ്വാരത്തിന് പുറത്തായിട്ട് വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയും. എന്തൊക്കെയാണ് ഇൻറ്റേർണൽ പൈൽസിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഇതിന് പൊതുവായിട്ട് വേറെ ബുദ്ധിമുട്ടുകൾ, അതായത് ചൊറിച്ചിൽ, വേദന, കാര്യങ്ങളൊന്നും കാണില്ല. പക്ഷേ ബ്ലീഡിങ് ഉണ്ടാകും. മലം പോയി കഴിഞ്ഞതിന് ശേഷം തുള്ളിത്തുള്ളിയായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാം. പലരും ഇൻറ്റേർണൽ പൈൽസ് നേരത്തെ തിരിച്ചറിയാതെ പോകാറുണ്ട്. അതായത് ആ ഒരു ഭാഗത്ത് നമുക്ക് അധികം നെർവ് സപ്ലൈ കുറവാണ്. അതായത് അതുകൊണ്ട് തന്നെ വേദന കുറവായിരിക്കും. പിന്നെ പൊതുവായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഷ് അടിച്ച് കളയും. അപ്പം ബ്ലീഡിങ് പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ പൈൽസ് പലരും വൈകിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ഇത് വികസിച്ച് വരുന്ന സിറ്റുവേഷനിൽ ഒരു മലദ്വാരത്തിന് പുറത്തേക്കായിട്ട് കാണുന്നുണ്ട്. അതൊരു ഡാർക്ക് പിങ്കിഷ് അപ്പിയറൻസിൽ ഒരു തടിപ്പ് പോലെ നമ്മുടെ മലദ്വാരത്തിന് പുറത്തേക്കായിട്ട് കാണാം. പലപ്പോഴും മലം പോകുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരികയും മലം പോയി കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇത് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താണ് എക്സ്റ്റേണൽ പൈൽസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മലദ്വാരത്തിന് പുറത്തായിട്ട് ഒരു തടുപ്പ് പോലെ നമുക്ക് കൈകൊണ്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് നല്ല ചൊറിച്ചിൽ, വേദന, മോഷൻ പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ മോഷൻ അല്ലാതെയും വേദന അനുഭവപ്പെടാം. പിന്നെ ഒരു തടുപ്പ് പോലെ പുറത്തേക്കുള്ളത് കാരണം തന്നെ ഒരു ഡിസ്കംഫേർട്ട്, ആ ഒരു ഭാഗത്ത് ഒരു ഡിസ്കംഫേർട്ട് അനുഭവപ്പെടാം. ഈ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാം. പിന്നെ ചില സമയങ്ങളിൽ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു എക്സ്റ്റേണൽ പൈൽസ് രക്തം കട്ട പിടിക്കും. അതായത് നമ്മൾ ത്രോംബോസിസ് എന്ന് പറയും. ഈ അവസരങ്ങളിൽ നല്ല പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള പൈൽസും പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പൈൽസിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മുടെ അരക്കെട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്തോ അമിതമായി പ്രഷർ വരുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള ഈ രക്തക്കുഴലുകൾ വികസിക്കാനും പൈൽസിലേക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. പിന്നെ അമിതമായിട്ട് വണ്ണമുള്ളവരിൽ നമുക്ക് പൈൽസ് കാണാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദീർഘകാലമായിട്ടുള്ള മലബന്ധം. ഈ ദീർഘകാലമായിട്ടുള്ള മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മോഷൻ പാസ് ചെയ്യാനായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി, നന്നായിട്ട് ബലം ചെലുത്തേണ്ടി വരും. അപ്പോൾ അവിടെയുള്ള മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ വികസിക്കുകയും പൈൽസിന് കാരണമാവുകയും ചെയ്യും. അതുപോലെ ഈ മലബന്ധം പോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള ലൂസ് മോഷൻ ഉള്ള ആളുകളിലും പൈൽസ് വരാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ പൈൽസിന് ഒരു ഏജ് ഫാക്ടറും കൂടി ഉണ്ട്. അതായത് ഒരു 50+ ഏജുള്ള ആൾക്കാരിൽ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില ആളുകൾ ഒത്തിരി നേരം ടോയ്ലറ്റ് യൂസ് ചെയ്യും. ഒത്തിരി നേരം മോഷന് വേണ്ടി ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത്, സ്ട്രെയിൻ ചെയ്യണം എന്ന് തന്നെ ഇല്ല, സ്ട്രെയിൻ ചെയ്യാതെ തന്നെ ഒത്തിരി നേരം ഇങ്ങനെ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് പൈൽസ് വരാം. പിന്നെ തീരെ ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിലും പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വയറിൻ്റെ ഭാഗത്തുള്ള പ്രഷർ കാരണം പൈൽസ് വരാം. അതുകൊണ്ട് തന്നെ ഗർഭിണികളിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് പ്രഷർ കൂടിയ പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾക്കിത് വരുന്നത് കുറയ്ക്കാനായിട്ട് കഴിക്കുക എന്നുള്ളതും പൈൽസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും നോക്കാം. മെയിനായിട്ട് നമ്മൾ ഫൈബർ കണ്ടൻറ്റ് ഉള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അതായത് ഫൈബർ എന്ന് പറയുമ്പോൾ ഇൻസൊല്യൂബിൾ ഫൈബേഴ്സും ഉണ്ട്, സൊല്യൂബിൾ ഫൈബേഴ്സും ഉണ്ട്. സൊല്യൂബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്ന സമയത്ത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നവ, അതായത് ഉദാഹരണത്തിന് ഓട്സ് ഒക്കെ. ഇത്തരം സൊല്യൂബിൾ ഫൈബേഴ്സ് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്റ്റൂളിൻ്റെ ഫോമേഷനെ, അതായത് മലത്തിൻ്റെ ഫോമേഷനെ ഈസി ആക്കുകയും മലത്തിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മലം പാസ് ചെയ്യുന്ന സമയത്ത് അധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നില്ല, ശോധനക്കുറവും ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ തരത്തിലുള്ള ഫൈബറാണ് ഇൻസൊല്യൂബിൾ ഫൈബർ. ഇത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നില്ല. ഇതെന്തിനാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുടലിലൂടെ നീങ്ങിപ്പോകുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റിനെ സ്മൂത്ത് ആക്കാനായിട്ട് നമുക്ക് സൊല്യൂബിൾ ഫൈബർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് പഴവർഗ്ഗങ്ങൾ, അതായത് ആപ്പിള്, പേരക്ക, പപ്പായ, പിന്നെ ഓറഞ്ചൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ
ആപ്പിളൊക്കെ കഴിക്കുന്ന സമയത്ത് അത് സ്കിന്നോടുകൂടെ തന്നെ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കഴിക്കുക, എന്നിട്ട് സ്കിന്നോടുകൂടെ തന്നെ കഴിക്കുക. ഈ ഫ്രൂട്ട്സ് ഒന്നും അധികം ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാതെ ശ്രമിക്കുക. ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റുകൾ നഷ്ടപ്പെടും. പിന്നെ ഇതുകൂടാതെ നമുക്ക് പൈനാപ്പിൾ, അവക്കാഡോ ഒക്കെ നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് ഈ പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങളൊക്കെ പ്രധാനമായിട്ട് ചീര, മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് കഴിക്കാം. പിന്നെ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഓട്സ്, ഹോൾ വീറ്റ്, പിന്നെ ബ്രൗൺ റൈസൊക്കെ നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ പയറുവർഗ്ഗങ്ങൾ, അതായത് പരിപ്പ്, കടല, പയർ വർഗ്ഗങ്ങളിലൊക്കെ നന്നായിട്ട് ഫൈബറിൻ്റെ ഉറവിടമുണ്ട്. കൂടാതെ നമുക്ക് ബ്രൊക്കോളി, കാബേജ്, കോളിഫ്ലവർ ഒക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതായത് ജലാംശം അടങ്ങിയിട്ടുള്ള നന്നായിട്ടുള്ള ഫുഡ്, അതായത് വെള്ളരിക്ക, തണ്ണിമത്തനൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ദഹനപ്രക്രിയ കൂട്ടാനായിട്ട് സഹായിക്കുന്ന മഞ്ഞൾ, ജീരകം, ഉള്ളി, വെളുത്തുള്ളികളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെയായിട്ട് നന്നായിട്ട് വെള്ളം കൂടെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ പൈൽസ് വന്നവരിൽ അവോയ്ഡ് ചെയ്യേണ്ടത്? മെയിനായിട്ട് പ്രോസസ്ഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, അതായത് ഫാസ്റ്റ് ഫുഡ്, വൈറ്റ് ബ്രെഡുകളൊക്കെ, പിന്നെ കളർ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ മെയിനായിട്ട് പറയുന്നതാണ് റെഡ് മീറ്റ്, അതായത് ബീഫ്, പോർക്ക്, ആടൊക്കെ ഒഴിവാക്കുക. ഇനി ചിക്കനും കോഴിമുട്ടയൊക്കെ കഴിക്കുന്നത് കുറച്ച് കുറയ്ക്കുക. പക്ഷെ കഴിക്കുകയാണെങ്കിൽ തന്നെ അധികം ഫ്രൈ ചെയ്യാതെ, അധികം മസാലകളും എണ്ണയൊന്നും ആഡ് ചെയ്യാത്ത രീതിയിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മത്സ്യങ്ങൾ കഴിക്കാം, ചെറിയ മത്സ്യങ്ങൾ. ഈ വലിയ മത്സ്യമായിട്ടുള്ള നെയ്മീനൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഷെൽഫിഷുകൾ, അതായത് ഞണ്ട്, കല്ലുമ്മക്കായ, ചെമ്മീനൊക്കെ ഒഴിവാക്കുക. പിന്നെ അധികം വറുത്തതും പൊരിച്ചതും മസാലകളും സോസുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം. പിന്നെ മൈദയും പിന്നെ പാലുൽപ്പന്നങ്ങളൊക്കെ കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരാണെങ്കിൽ ആ മദ്യപാനം കുറയ്ക്കുക. കാരണം ഈ മദ്യപിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അത് കോൺസ്റ്റിപ്പേഷൻ, അതായത് ശോധനക്കുറവിന് കാരണമാവുകയും അതുവഴിയെ പൈൽസ് ഉണ്ടാവുകയും, അതായത് മൂലക്കുരു ഉണ്ടാവുകയും കാരണമാവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട, മെയിനായിട്ട് പൈൽസ് വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, പൈൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.